നമസ്കാരം. ജൈവകൃഷി വിഷപദാർത്ഥങ്ങളില്ല, രാസവസ്തുക്കളില്ല, രാസവളങ്ങളില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മളുടെ ഓണക്കാലമാകുന്നു, പലതരം പച്ചക്കറികൾ ജൈവമാണെന്നും പറഞ്ഞ് വരുന്നുണ്ട്. അവയിലൊക്കെ എന്തൊക്കെയാണ് അടിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. തമിഴ്നാട്ടിൽ കേരളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ തമിഴ്നാട്ടിലുള്ളതിനേക്കാൾ കൂടുതൽ കേരളത്തിലാണ് ഇപ്പോൾ അടിക്കുന്നത്. സൈനൈഡ് വരെ അടിക്കുന്നുണ്ടെന്ന് സംശയമുണ്ട്. നോക്കൂ, പൂർണ്ണമായും ജൈവമായ കൃഷി, അത്ഭുതകരമായ ഒരു പാവൽ കൃഷി നമുക്ക് കാണാം. പെരുമ്പാവൂരിലെ ശ്രീസ്വാമി വൈദ്യകുലത്തിൻ്റെ ഇലങ്കം എന്ന് പറയുന്നൊരു കളരിയുണ്ട്. കുട്ടികളുടെ കളരിയാണ്. വരൂ, ആ കളരിയിൽ കുട്ടികളെ ആഹാരം എങ്ങനെ പാകം ചെയ്യുന്നു, കൃഷി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ് ആയോധനകലയ്ക്ക് എളുപ്പം പഠിപ്പിക്കുന്നത്. അവിടെയാണ് ഈ വലിയ അത്ഭുതകരമായ ഒരു കൃഷിത്തോട്ടം ഉള്ളത്. ഇവിടെ 100 കണക്കിന് പാവലുകൾ ഇങ്ങനെ നോക്കൂ, പാവൽ കൃഷിയാണ്. പാവലുകൾ ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്, കണ്ടില്ലേ? അതിൻ്റെ വിളവെടുപ്പ് നടക്കുകയാണ്. മൂത്ത ധാരാളം എണ്ണം ഉണ്ട്. നോക്കൂ, അതിൻ്റെ വിളവെടുപ്പ് എടുക്കുന്നത് നമ്മുടെ ഒരു ചേട്ടനാണ്, കളരിയുടെ ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് നമുക്ക് നോക്കാം. ചേട്ടാ നമസ്കാരം. നമസ്കാരം ചേട്ടാ. എന്താ ഇത് ഇത്രയും വലിയ ഒരു പാവൽ തോട്ടം ഈ പെരുമ്പാവൂരിൻ്റെ ഈ നഗരത്തിന് മധ്യത്തിലുള്ളത്? വളരെ അത്ഭുതമാണ്. ഇത് ഏകദേശം എത്രാമത്തെ വിളവായിട്ട് എടുക്കുന്നത്? ഇത് 3ാമത്തെ വിളവ്. ഒരു 100 കിലോയോളം ഇന്നിപ്പോൾ എടുക്കുന്നുണ്ട്. 100 കിലോയോളം. ഓ ശരി. ഇതിനെന്തെങ്കിലും രാസവസ്തുക്കൾ അങ്ങനെ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? യാതൊന്നും. പൂർണ്ണമായ ജൈവകൃഷി. ജൈവത്തിൽ മാത്രം. എന്തൊക്കെയായിട്ട് ഇതിന് വളം ചേർത്തിരിക്കുന്നത്? അടിവളമായിട്ട് കൊടുക്കുന്നത് ഇത് ചാണകപ്പൊടി, ചെറാവില്, എല്ലുപൊടി, വേപ്പിണ്ണാക്ക്. വേപ്പിണ്ണാക്ക് നല്ലതാണല്ലേ? വേപ്പിണ്ണാക്ക് രോഗപ്രതിരോധത്തിന് വേണ്ടി. ഓക്കെ. അപ്പം വേറെ മരുന്നുകളൊന്നും ഇത് ചെറുത് പറഞ്ഞാണ്. ഇതിന് പിന്നെ പുഴു കുത്തിയാൽ എന്ത് ചെയ്യും? ഇത് പുഴു കുത്തിയാൽ ഇത് അഗ്രോപ്ലസ് എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്. അഗ്രോപ്ലസ്. അത് ജൈവമാണോ? ജൈവമാണ്. അതിനകത്ത് രാസവസ്തുക്കൾ 15 മില്ലി ആ കണക്കിൽ അടിച്ചു കൊടുത്താൽ സാമാന്യപ്പെട്ട കേടുകളെല്ലാം തന്നെ മാറുന്നുണ്ട്. മഴയായതിൻ്റെ ഒരു ഇതുണ്ടെന്ന് തോന്നുന്നല്ലേ? കാരണമാണ് പലതും കൊണ്ടും കാലം കുറവ്. യാതൊരുവിധ രാസവസ്തുക്കളും അടിച്ചിട്ടില്ല. ഇപ്പോൾ 300 കിലോയില ഇപ്പോൾ ഏകദേശം എല്ലാം കൂടെ വന്നിട്ടുണ്ടല്ലേ? ഇതെന്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത് ഇവിടെ? ഇത് ഈ സ്വാമി വൈദ്യ ഗുരുകുലത്തിന്റെ ഭക്ഷണശാലയിൽ ആവശ്യത്തിനുള്ള എല്ലാം കൊടുക്കും. പുറത്തേക്ക് വിൽക്കുന്നുണ്ടോ? പുറത്തേക്ക് വിൽക്കാൻ ബാലൻസ് വന്നാൽ വിൽക്കുന്നുണ്ട്. ഇത് കൂടാതെ എന്ത് പച്ചക്കറികളൊക്കെ ഉണ്ട് ചേട്ടാ? കൂടാതെ കുമ്പളം, പടവലം, പയറ്, പിന്നെ ചേന, വാഴ ഐറ്റങ്ങൾ 2 ഐറ്റം ഇതെല്ലാം. ഇതിനൊന്നും യാതൊരുവിധ മരുന്നുകളും അടിക്കുന്നില്ല. യാതൊരുവിധ കീടനാശികളോ ജൈവ കീടനാശിനി അല്ലാതെ വേറെ ഒന്നും അടിക്കുന്നില്ല. ഓക്കെ. ശരി ചേട്ടാ. ഇതേത് ഇനമാണ്? നല്ല ഇത്രയും കായ്ഫലമായിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ ഏത് ഇനമാണെന്ന് എല്ലാവർക്കും അറിഞ്ഞേക്കാം. ഹൈബ്രിഡ് ഇനത്തിലെ മായ എന്നുള്ളത് ഒരു ഇനമായി. നല്ല രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉള്ളതാണ്. രോഗപ്രതിരോധ ശേഷി കൂടുതലുണ്ട്. തന്നെ ഉൽപാദനത്തിലും മെച്ചം ഇത് തന്നെയാണ്. അതുകൊണ്ട് ഇത് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ചേട്ടാ പറിച്ചോളൂ, ഞങ്ങളിത് ഇത് കണ്ടുകൊണ്ട് കയറിയതാണ്. നമുക്ക് ഒരു ചെറിയൊരു 5-10 സെൻറ്റിൽ മൊത്തം ഇതാണ് 300 കിലോയാണ് ഇപ്പോൾ പറിച്ചെന്ന് പറയുന്നത്. യാതൊരുവിധ വളവും ചേർക്കാത്ത, യാതൊരുവിധ രാസവസ്തുക്കളും അടിക്കാത്ത പ്യുവർ ജൈവം. നല്ല തടമൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കി ഓരോ മൂടുകളായിട്ട് കിളർത്തി അതിന് പന്തലൊക്കെ വീശി അതിൽ നല്ല ഒന്നാന്തരമായിട്ട് പറിച്ചങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇത് കാണാൻ തന്നെ എന്ത് രസമാണ്. പാവലിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് എല്ലാവർക്കും. ഇത് പച്ചക്ക് തിന്നാമോ ചേട്ടാ? കയ്പുണ്ടോ? കയ്പ് കുറവാണ്. ഇതിവിടെ ഈ ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന സ്ഥലമാണല്ലോ ഈ ഗുരുകുലത്തിൽ. അവിടത്തേക്ക് പോകുന്നുണ്ടോ? ഇത് ഉപയോഗിക്കുന്നുണ്ട്. ശരി. ആയിക്കോട്ടെ, സന്തോഷം കേട്ടോ. നല്ലൊരു കാഴ്ചയായിരുന്നു. നഗരമധ്യത്തിലൊരു പാവൽ തോട്ടം. ശരി, സന്തോഷം.